നിരന്തരം നുണ പറയുന്ന വി.ഡി. സതീശന്റെ മറ്റൊരു നുണ കൂടി പൊളിഞ്ഞു വീണിരിക്കുകയാണ്. വയനാട് ദുരന്തബാധിതർക്ക് കോൺഗ്രസ് നൽകാമെന്ന് പറഞ്ഞ വീട് വൈകാൻ കാരണം സർക്കാർ ഭൂമി നൽകാത്തത് കൊണ്ടാണെന്നായിരുന്നു വി.ഡി. സതീശന്റെയും കോൺഗ്രസിന്റെയും അവകാശവാദം. എന്നാൽ ഇത് നുണയാണെന്ന് തെളിഞ്ഞു. സ്പോൺസർമാർക്ക് ഭൂമി നൽകാമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ നിർദ്ദേശങ്ങളാണ് അന്ന് ഉയർന്നത്. അത് അംഗീകരിക്കുകയായിരുന്നു യോഗത്തിൽ പ്രതിപക്ഷം ചെയ്തത്. യോഗത്തിൽ സതീശനും ടി സിദ്ദിഖും പങ്കെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം അവർ നുണ പ്രചരിപ്പിക്കുകയും ചെയ്തു. വാഗ്ദാനം പൊളിഞ്ഞതോടെ കളവ് പ്രചരിപ്പിച്ചു. അതിനിടെ പണി തുടങ്ങി എന്ന തരത്തിലും വി.ഡി. സതീശൻ നുണ തൊടുത്തുവിട്ടു. വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് മേപ്പാടി പഞ്ചായത്തിൽ ഇതുവരെ പ്ലാൻ പോലും സമർപ്പിച്ചിട്ടില്ല. അതോടെ മറ്റൊരു കള്ളവും പൊളിഞ്ഞു വീണു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കിയ വയനാട് ടൗൺഷിപ്പിൽ 100 വീടുകൾ ഡിവൈഎഫ്ഐ സ്പോൺസർഷിപ്പായി കൈമാറിയിരുന്നു. ഇതിന്റെ കണക്ക് വിവരങ്ങൾ രേഖകൾ സഹിതം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് മുൻപ് പുറത്തുവിട്ടു. ഡിവൈഎഫ്ഐയുടെ സ്പോൺസർഷിപ്പിനെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അടക്കം സംശയമുന്നയിച്ചു. ഇതിനുള്ള മറുപടി എന്നോണം വി.കെ. സനോജ് കണക്ക് നിരത്തി കണക്കിന് മറുപടി കൊടുത്തത്. കോൺഗ്രസിന്റെ ആപ്പ് എവിടെയെന്നും പിരിച്ച തുക എത്രയെന്നും ഇനിയെങ്കിലും വെളിപ്പെടുത്തണമെന്നും വി.കെ. സനോജ് അന്ന് പറഞ്ഞിരുന്നു. ദുരന്തബാധിതർക്ക് വീട് വെക്കാൻ നടത്തിയ വൻ പിരിവിന്റെ കണക്ക് ചോദിക്കുമ്പോൾ പൊട്ടൻ കളിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പിരിച്ചതിൽ നയാ പൈസ ബാക്കിയില്ലെന്ന ആക്ഷേപം ശക്തമായതോടെ AICCയിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ 1 കോടി രൂപ KPCCയിൽ അടച്ചതെന്നായി. KPCCയുടെ 100 വീടിനും യൂത്ത് കോൺഗ്രസിന്റെ 30 വീടിനുമാണ് വ്യാപകമായി പണം പിരിച്ചത്. ഇതിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച തുകയിൽ നല്ലൊരു ശതമാനം ലൈംഗിക പീഡന കേസിൽ പുറത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിച്ചതായാണ് ചില ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ ഇത് മാങ്കൂട്ടത്തിലിന്റെ തലയിലിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണെന്നും വാദമുണ്ട്. നിയോജക മണ്ഡലം കമ്മിറ്റികൾ 2 ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് തീരുമാനം. 100ഓളം കമ്മിറ്റികൾ കൃത്യമായി പണം പിരിച്ചു നൽകി. കൂടാതെ നേതാക്കൾ വിദേശത്തു നിന്നടക്കം പിരിച്ചു. പലരുടെയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്കാണ് പണമിടാൻ പറഞ്ഞത്. QR കോഡ് സ്കാൻ ചെയ്തായിരുന്നു പലരും നിക്ഷേപിച്ചത്. പിരിച്ച തുകയെല്ലാം പല പരിപാടികൾക്കും ഉപതെരഞ്ഞെടുപ്പ് കടം വീട്ടാനും ചെലവഴിച്ചതായി കള്ളക്കണക്കുണ്ടാക്കിയെന്നും ആരോപണമുണ്ട്. മുസ്ലിം ലീഗ് നൽകിയ 51 വീടുകൾക്ക് 40 കോടി പിരിച്ചതായി അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് പിരിച്ച തുക അതിന്റെ എത്ര ഇരട്ടിയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഇപ്പോൾ പിരിച്ച ആപ്പുമില്ല, കണക്കുമില്ല. നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ചോദ്യങ്ങളിൽ നിന്ന് തടി തപ്പാൻ നുണ പറഞ്ഞ് കുഴഞ്ഞ അവസ്ഥയിലാണ്. തന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ടെന്ന വി.ഡി. സതീശന്റെ വാദം ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ പൊളിഞ്ഞു. ഇരുവരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കിലോ AICC അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലോ ഈ നിക്ഷേപമില്ല.